പൊള്ളാച്ചി കൂട്ടബലാത്സംഗ കേസിലെ 9 പ്രതികളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. തമിഴ്നാട്ടിലെ ഉളയിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു പൊള്ളാച്ചി കൂട്ടബലാത്സംഗ കേസ്. 9 പ്രതികളെയും ചെറിയ ശിക്ഷകളല്ല, ജീവപര്യന്തം തടവിന് തന്നെ ശിക്ഷിച്ചു. അവിടുത്തെ ജഡ്ജി എസ് നന്ദിനി ദേവിയാണ് വിധി പറഞ്ഞത്. തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ കൊള്ളയിളക്കം സൃഷ്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു പൊള്ളാച്ചി കൂട്ട ബലാത്സംഗ കേസ്. 9 പ്രതികളെയാണ് ഇപ്പൊ ശിക്ഷിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഇപ്പം 32-33 വയസ്സുണ്ട്. 2019 ഫെബ്രുവരിയിലാണ് ഈ സംഭവം നടക്കുന്നത്. 2019 ഫെബ്രുവരി 24-ാം തീയതി പൊള്ളാച്ചി ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഒരു പെൺകുട്ടി ഹാജരായി. ആ പെൺകുട്ടി പറഞ്ഞു 12 ദിവസം മുമ്പ് തന്നെ 4 പേര് ഒരു കാറിൽ കയറ്റി ബലാത്സംഗം ചെയ്തു. തൻ്റെ മാല അവർ ഊരിക്കൊണ്ടുപോയി, സ്വർണ്ണമാല നഷ്ടപ്പെടുകയും ചെയ്തു. അതിനുശേഷം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു, അന്വേഷണം നടത്തി, പ്രതികളെപ്പറ്റി അന്വേഷിച്ചു. അവിടെ അണ്ണാ DMKയുടെ വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ ഒരാളുണ്ട് പ്രതിയായിട്ട്. ശബരി രാജൻ എന്ന അയാളും തിരുനവക്കരിശ് എന്ന ഒരു 34കാരൻ. അന്ന് അയാൾക്ക് ഏകദേശം 28 വയസ്സേ ഉള്ളൂ. അവരാണ് കൂടുതലും ഈ പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. പീഡിപ്പിച്ചത് കാറിൽ വെച്ച് പീഡിപ്പിച്ചപ്പോൾ അതിൻ്റെ ഫോട്ടോഗ്രാഫ് എടുത്തു. അതിനുശേഷം ഈ ഫോട്ടോഗ്രാഫ് കാണിച്ച് പല സന്ദർഭത്തിലും പീഡിപ്പിച്ചിട്ടുണ്ട്. 9ഓളം ആൾക്കാരെ ആദ്യത്തെ കേസിനകത്ത് 4 പേരെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം അവരുടെ പെൻഡ്രൈവും അവരുടെ മൊബൈലും അവരുടെ ലാപ്ടോപ്പും എല്ലാം പരിശോധിച്ചപ്പോൾ പല പെൺകുട്ടികളെയും പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ അതിനകത്തുണ്ട്. പോലീസ് ആദ്യത്തെ 4 പ്രതികളിൽ നിന്ന് കൂടുതൽ പ്രതികൾ ഇതിനകത്തുണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെയാണ് 9 പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത്. ആ ദൃശ്യത്തിൽ വേറെ 7-8 പെൺകുട്ടികളെ കൂടി പീഡിപ്പിക്കുന്നത് കണ്ടു. ഈ കേസ് രജിസ്റ്റർ ചെയ്ത് കൊള്ളയിളക്കം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പം തങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് 8 പെൺകുട്ടികൾ തമിഴ്നാട് പൊള്ളാച്ചി പോലീസിന് മുമ്പിൽ ഹാജരായി. പൊള്ളാച്ചി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിനകത്ത് ഏകദേശം 40ഓളം സാക്ഷികളായിട്ട് രംഗത്ത് വന്നു. പീഡിപ്പിച്ചവരും അല്ലാത്തവരും അത് കണ്ടവരും ഒക്കെ. ഏതായാലും ഇവരുടെ എല്ലാവരുടെയും ലാപ്ടോപ്പിലും ഇവരുടെ മൊബൈൽ ഫോണിലും കൃത്യമായി അവരെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. കോടതിയിലെ ഏകദേശം 40ഓളം സാക്ഷികളെ വിസ്തരിച്ചെങ്കിലും പ്രതികളുടെ പല ആരോപണങ്ങളും പ്രതികളുടെ പല വാദമുഖങ്ങളും അവരുടെ വക്കീലെ വീഡിയോ കോൺഫറൻസിൽ കൂടെയാണ് നടത്തിയിട്ടുള്ളത്. 2000 ഫെബ്രുവരി 13 വിചാരണ ആരംഭിച്ചു. 40 സാക്ഷികളെയും വിസ്തരിച്ചു. അത് പ്രതിഭാഗത്തിൻ്റെ ആരോപണങ്ങൾ പലതുമാണ് വീണ്ടും അത് വീഡിയോ കോൺഫറൻസിൽ നടക്കേണ്ടി വന്നത്. സാക്ഷികളെ മുഴുവൻ വിസ്തരിച്ചിരിക്കുന്നത് കൃത്യമായി പോലീസ് അവരെ കോടതിയിൽ ഹാജരാക്കി കൃത്യമായി അവരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് ഈ കേസിന്റെ വിധി കോടതി നടത്തിയത്. ഏതായാലും തമിഴ് രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ കൊള്ളയിളക്കം സൃഷ്ടിച്ച അണ്ണാ DMKയുടെ അവിടെ വിദ്യാർത്ഥി വിഭാഗത്തിന്റെ ആൾക്കാരാണ് ഈ സംഭവം നടത്തിയത്. അവരുടെ സുഹൃത്തുക്കളും അവിടുത്തെ 2ാം പ്രതി ശബരിരാജന്റെ അതുപോലെ തിരുവക്കരിശിന്റെയും കോയമ്പത്തൂരിനടുത്തുള്ള അവരുടെ ഫാം ഹൗസിലാണ് കൂടുതൽ പീഡനം നടന്നിരിക്കുന്നത്. തമിഴ് രാഷ്ട്രീയത്തിൽ കൊള്ളയിളക്കം സൃഷ്ടിച്ചത് തന്നെയല്ല, അവിടുത്തെ ചെറുപ്പക്കാരായ ഇവര് യഥേഷ്ടം തങ്ങളുടെ വിദ്യാർത്ഥിനികളെ അല്ലെങ്കിൽ പെൺകുട്ടികളെ തങ്ങളുടെ കാറിൽ വലിച്ചു കയറ്റി അവരെ കാറിലിട്ട് പീഡിപ്പിക്കുകയും അതിന്റെ ദൃശ്യങ്ങൾ അവർ ചിത്രീകരിക്കുകയും ചെയ്തു. ആ ദൃശ്യങ്ങൾ വെച്ചിട്ട് വീണ്ടും അവരെ പീഡിപ്പിക്കുകയും ചെയ്തു. ഇതിനകത്ത് 2ാം പ്രതി റോഡിന്റെ സൈഡിൽ വെച്ച് ഒരു പെൺകുട്ടിയെ 8 പെൺകുട്ടിയിൽ ഒരു പെൺകുട്ടിയെ റോഡിൽ വെച്ച് ബലമായിട്ട് കാറിൽ പിടിച്ചു കയറ്റി റോഡ് സൈഡിൽ വെച്ച് തന്നെ അതിനെ പീഡിപ്പിക്കുകയുണ്ടായി. അതും ചിത്രീകരിക്കുകയും ചെയ്തു. ആ വിവരം കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 9 പ്രതികൾക്കും ജീവപര്യന്തം കൊടുത്തു കോടതി. നല്ല കാര്യം. ഏതായാലും ഇതൊരു തമിഴ്നാട് രാഷ്ട്രീയത്തിലെ കൊള്ളയിളക്കം സൃഷ്ടിച്ച ആ ചെറുപ്പക്കാർ ഈ രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്താൽ നടപടി ഉണ്ടാവുമെന്ന് കൃത്യമായി പെൺകുട്ടികൾ ധൈര്യസമേതം മുന്നോട്ട് വന്നുകൊണ്ടാണ് ഇവരെ ശിക്ഷിക്കാൻ കഴിഞ്ഞതെന്നാണ് ഞാൻ കരുതുന്നത്.